ഹായ്. അവൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഞാനില്ല എന്ന് എത്ര പേര് നെഞ്ച് തൊട്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച്. അത്ര നല്ലൊരു സുഹൃത്ത് ബന്ധം എത്ര പേർക്കുണ്ടാവും? അതായത് നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എപ്പോഴും ഉണ്ടാവണമെന്നല്ല, എപ്പോഴും വിളിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. എപ്പോഴെങ്കിലും നമ്മളൊന്ന് സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ, അതെ നീ എന്നെ എങ്ങനെ ഇരിക്കുന്നേ, അത് എണീറ്റിട്ട് നിന്റെ കാര്യം നോക്കിക്കേ എന്ന് പറയാൻ എവിടെന്നെങ്കിലും ഒരു ഒരു ഫോൺ കോള്, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ ഒന്ന് ഓർക്കാൻ, നമ്മളെ ഒന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഓ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാൻ പാകത്തിന് ഒരു സൗഹൃദം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ സൗഹൃദം, അതിൻ്റെ ആഴം എത്ര മാത്രം ഉണ്ടെന്ന്. നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ ആങ്സൈറ്റിയുടെയും ഡിപ്രഷൻ്റെയും ഒക്കെ ആ ഒരു ലെവല് കുറവായിരിക്കും. അപ്പം നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളോടും പറയുക, നല്ല സൗഹൃദം അത് ദൈവത്തിൻ്റെ ഒരു വരദാനാണ്.